സാമൂഹിക മാധ്യമങ്ങളുടെയും മറ്റും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ ദുബായ് നഗരസഭ പ്രത്യേക വാട്സ്ആപ്പ് നമ്പർ ഏർപ്പെടുത്തി. 5010777799 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സമൂഹത്തിൽ ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നത് UAE നിയമപ്രകാരം കുറ്റകരമാണ്. പരിഭ്രാന്തി ഉണ്ടാക്കുന്ന തരത്തിൽ ഇന്റർനെറ്റിലൂടെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കും. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ 10 ലക്ഷം ദിർഹം വരെ പിഴയും ഈടാക്കും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ദുബായ് സാമ്പത്തിക വികസന വകുപ്പ് ഒരാഴ്ച നീളുന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. രാജ്യത്തെ 10ൽ 1 ക്രെഡിറ്റ് കാർഡ് ഉടമ തട്ടിപ്പിനിരയാകുന്നുണ്ടെന്ന സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷിതമായ രീതിയിൽ എങ്ങനെ ഇടപാടുകൾ നടത്താമെന്ന് ക്യാമ്പയിനിലൂടെ വിശദീകരിക്കും. ഇന്ന് ആരംഭിച്ച ക്യാമ്പയിൻ 27 വരെ നീളും. ഓൺലൈൻ വിപണിയെക്കുറിച്ച് ശരാശരി 3 മുതൽ 7 വരെ പരാതികളാണ് ദിവസവും ലഭിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച വായനാ വർഷം 2016 ഭാഗമായി ദുബായ് KMCC നടത്തിവരുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരിലും പുസ്തകം എത്തിക്കുക എന്ന ലക്ഷ്യവുമായി KMCC ഇഫ്താർ സെന്ററിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ 2000 പേർക്ക് പുസ്തകം നൽകി വായനാവർഷം 2016 2ാം ഘട്ട പദ്ധതി നടപ്പാക്കുമെന്ന് KMCC ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുസ്തക പ്രസാധകർ, എഴുത്തുകാർ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, വ്യക്തികൾ, KMCC പ്രവർത്തകർ എന്നിവരിൽ നിന്ന് ശേഖരിക്കുന്ന പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. പ്രസിഡന്റ് PK അൻവർ നഹയും ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മുറിച്ചാണ്ടിയും ആണ് ഇക്കാര്യം അറിയിച്ചത്. ദുബായിലെ പ്രസാധകരെ സംഘടിപ്പിച്ച പുസ്തക പ്രകാശനവും ക്യാമ്പയിൻ സമാപനത്തോട് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. റിയാദിലെ പ്രമുഖ സംഘടനയായ കേളി കലാ സാംസ്കാരിക വേദി ബദിയ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇഫ്താറിൽ 1200-ൽ പരം ആളുകളാണ് പങ്കെടുത്തത്. കേളി കലാ സാംസ്കാരിക വേദി ബദിയ ഏരിയ കമ്മിറ്റി ഹംസ് അൽ നജാം ഫർണിച്ചർ ഷോറൂമിന്റെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച ഇഫ്താർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ബദിയ മേഖലകളിലെ വിവിധ രാജ്യക്കാരായ പ്രവാസികളും സ്വദേശി പൗരന്മാരും പ്രവാസി കുടുംബങ്ങളും ഉൾപ്പെടെ 1200-ൽ പരം ആളുകൾ ഇഫ്താറിൽ പങ്കെടുത്തു. റിയാദിലെ ബദിയ പ്രദേശത്ത് എല്ലാ രാജ്യക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇഫ്താറിന് ഞങ്ങളോട് കേളി കലാ സാംസ്കാരിക വേദിയോട് സഹകരിക്കുന്നത് ഇവിടുത്തെ വ്യവസായ പ്രമുഖനായ മുത്തേരിയാണ്. അഹമ്മദ് മുത്തേരിയുടെ സഹകരണത്തോടെ ഞങ്ങൾ നടത്തി വരുന്ന ഇഫ്താറിന് എല്ലാ പ്രാവശ്യത്തിനുമുള്ളതും പോലെ വലിയ ഒരു ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ബദിയ മേഖലയിലുള്ള മുഴുവൻ പ്രവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഇഫ്താർ സംഗമം നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ മധു എലത്തൂർ, കൺവീനർ റിയാസ് മന്നത്ത്, കോർഡിനേറ്റർ റഫീഖ് പാലത്ത്, ഏരിയ സെക്രട്ടറി പ്രദീപ്, പ്രസിഡന്റ് ചന്ദൻ തിരുവത്ത്, കിഷോർ, നിസാം, ദിനകരൻ, സരസൻ, രവി പുലിമേൽ, അശോകൻ, അഞ്ചൂർ കുട്ടൻ തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഫോർ ഖുർആൻ സ്റ്റഡീസ് അങ്കണത്തിൽ മസ്കറ്റ് സുന്നി സെന്റർ സംഘടിപ്പിച്ച ഈ വർഷത്തെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. സുന്നി സെന്റർ പ്രസിഡന്റ് ഇസ്മായിൽ കുഞ്ഞുഹാജി, AV അബൂബക്കർ, മറ്റു സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇഫ്താർ സംഗമത്തോട് അനുബന്ധിച്ച് നടന്ന സ്വലാത്ത് മജ്ലിസിന് ഇയാഡ് അബൂബക്കർ ഫൈസി നേതൃത്വം നൽകി. ആയിരക്കണക്കിന് പേർ ഇഫ്താർ സംഗമത്തിനെത്തി. സൗദി മതകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ ദമാം ശരീഅത്ത് കോടതിക്ക് സമീപം നടത്തുന്ന ഇഫ്താർ സെന്ററിൽ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിശാ പഠന ക്യാമ്പ് നടത്തുന്നു. ജൂൺ 23 വ്യാഴം രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ പ്രമുഖ വാഗ്മി മൗലവി സുഹൈർ ചുങ്കത്തറ നാളെയുടെ രക്ഷയ്ക്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. തുടർന്ന് ICC മലയാള വിഭാഗം മേധാവി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ചരിത്രം നൽകുന്ന പാഠങ്ങൾ എന്ന വിഷയത്തിലും സംസാരിക്കും. ദിബ കൈരളി കൾച്ചറൽ അസോസിയേഷനിൽ ജൂൺ 24-ന് ഇന്ത്യൻ കോൺസുലർ സേവനം ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
അഫിഡാവിറ്റുകൾ, സാക്ഷ്യപ്പെടുത്തൽ, പവർ ഓഫ് അറ്റോർണി, പാസ്പോർട്ട് അനുബന്ധ സേവനങ്ങൾക്ക് ഈസ്റ്റ് കോസ്റ്റ് മേഖലയിലെ മുഴുവൻ പ്രവാസികളും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് കൈരളി കൾച്ചറൽ അസോസിയേഷൻ അഭ്യർത്ഥിച്ചു. സൗദിയിൽ വീട്ടുജോലിക്കെത്തിയ ദുരിതത്തിലായ മലയാളി വീട്ടമ്മ ഇന്ത്യൻ എംബസിയുടെയും നവയുഗം സാംസ്കാരിക വേദിയുടെയും സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി. തിരുവനന്തപുരം ഭൂതക്കുളം സ്വദേശിനിയായ അംബിക പത്മദാസ് 1 വർഷം മുമ്പാണ് സൗദി അറേബ്യയിലെ ദാന എന്ന സ്ഥലത്ത് ഹൗസ് മെയ്ഡായി ജോലിക്കെത്തിയത്. തനിമ അൽക്കോബാർ സോണിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രൈഡേ ക്ലബ്ബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഗൾഫ് ദർബാർ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ PT അബ്ദുൾ റഷീദ് മൗലവി റമദാൻ സന്ദേശം നൽകി. പ്രവാസി തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും കൂട്ടായ്മയിലൂടെ നവയുഗം സാംസ്കാരിക വേദി തുഗ്ബ സനയ്യ യൂണിറ്റ് ഇഫ്താർ സംഘടിപ്പിച്ചു. കോബ തുഗ്ബ അൽഫ ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ 100 കണക്കിന് പ്രവാസികൾ പങ്കെടുത്തു. വാർത്തകളിലേക്ക്. പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കാത്തതാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. പാർട്ടി നയം കർശനമായി പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര കമ്മിറ്റി PBയെ ചുമതലപ്പെടുത്തി. വിലക്കയറ്റത്തിനെതിരെ ജൂലൈ 11 മുതൽ 17 വരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കാനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. അച്ചടക്ക ലംഘനം നടത്തിയതിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സംഗ്വാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 3 ദിവസങ്ങളിലായി ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തു. കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാനായതായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ട് പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി. പാർട്ടി നയം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പോളിറ്റ് ബ്യൂറോയെ ചുമതലപ്പെടുത്തിയതായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. Electoral tactics adopted in West Bengal were not in consonance with the Central Committee decision for not having an alliance with the or an understanding with the Congress Party. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി, സ്വകാര്യവൽക്കരണം, വർഗീയ ധ്രുവീകരണം എന്നിവ മോഡി സർക്കാരിന്റെ കാലത്ത് വർദ്ധിച്ചു വരികയാണെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. വിലക്കയറ്റത്തിനെതിരെ ജൂലൈ 11 മുതൽ 17 വരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. The Central Committee decided to organize a All India protest movement, and the decision is that between the 11th to the 17th of July. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനിടെ ഇറങ്ങിപ്പോവുകയും പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും ചെയ്തതിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. പശ്ചിമ ബംഗാൾ ഘടകം കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയതിനെ ശക്തമായി വിമർശിച്ച കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ നയസമീപനങ്ങൾ ലംഘിക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പാണ് നൽകിയത്. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. കാക്കനാട് ജില്ലാ ജയിലിൽ നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ പ്രധാന സാക്ഷി തിരിച്ചറിഞ്ഞു. അയൽവാസി ശ്രീലേഖയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അതേസമയം പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിപ്പിക്കുന്നതിനായി അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകി. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിന്റെ മേൽനോട്ടത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് നടത്തിയ തിരിച്ചറിയൽ പരേഡിലാണ് ജിഷയുടെ അയൽവാസി ശ്രീലേഖ പ്രതി അമീറുൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയൽ പരേഡിന് ഹാജരാകാൻ 6 പേർക്ക് സമൻസ് അയച്ചിരുന്നെങ്കിലും ശ്രീലേഖ മാത്രമാണ് എത്തിയത്. കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടിരുന്നുവെന്ന് ശ്രീലേഖ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ശ്രീലേഖയെ തിരിച്ചറിയൽ പരേഡിന് വിളിപ്പിച്ചത്. കൊലപാതക ദിവസം ജിഷയുടെ വീടിന് സമീപം ഒരു യുവാവിനെ ശ്രീലേഖ കണ്ടിരുന്നുവെന്ന് ഭർത്താവ് സുരേഷ് സ്ഥിരീകരിച്ചു. വ്യക്തമായിട്ടൊന്നും കണ്ടിട്ടില്ല. സംശയം തോന്നിയ ഒരു പയ്യെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രതിയെ തിരിച്ചറിഞ്ഞത് കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ്. തിരിച്ചറിയൽ പരേഡിന് ശേഷം പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന് അനുമതി ലഭിച്ചാൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ ഹാജരാക്കവേ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കും. പ്രതി അമീറുളിനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായാലുടൻ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കോൺഗ്രസുകാർ ജയിൽ നിറയ്ക്കണമെന്ന AK ആന്റണിയുടെ ആഹ്വാനത്തെ തുടർന്നാണോ തലശ്ശേരി സംഭവമെന്ന് സംശയിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവത്തിന് പിന്നിലെ കോൺഗ്രസ് ഗൂഢാലോചന സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിനെ ജയിലിൽ അടച്ചതല്ലെന്നും ജയിലിലേക്ക് അമ്മ കൊണ്ടുപോയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ വിഷയത്തിൽ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കാരണം അതൊരു സംഭവം, അതിൽ പോലീസ് കേസെടുത്തു, കേസും കൗണ്ടർ കേസും ഉണ്ട്. അതിലെന്താ പ്രതികരിക്കാനുള്ളത്? കുട്ടി ആദ്യമായിട്ട് ജയിലിൽ പോവുകയാണ്. നിങ്ങളെന്താണ് കുട്ടി ആദ്യമായിട്ട് ജയിലിൽ പോകുന്ന പോലെ പറയുന്നത്? എത്ര ആദിവാസി കുട്ടികളെയായിരുന്നു ജയിലിൽ അടച്ചിരുന്നത് ഈ കേരളത്തിൽ? അമ്മയുടെ കൂടെ കുട്ടിയെ അമ്മ കൊണ്ടുപോയതല്ലേ? കുട്ടീനെ ആരെങ്കിലും ജയിലിൽ അടച്ചതാണ്? അതിലൊന്നും ഞാൻ പ്രതികരിക്കേണ്ടതല്ല. AK ആന്റണി ജയിലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേറെ മാർഗമൊന്നും കാണാത്തപ്പോൾ ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. തന്റെ പദവിയെ സംബന്ധിച്ച് എല്ലാം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ടെന്ന് VS അച്യുതാനന്ദൻ. കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയ VS മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതെല്ലാം പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പറയും. അങ്ങയുടെ പദവി സംബന്ധിച്ച് ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞിട്ടില്ലേ. അതെല്ലാം ജനറൽ സെക്രട്ടറിയോട് ചോദിക്കും. വിദേശ നിക്ഷേപ നയത്തിൽ വൻ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വ്യോമയാന രംഗത്തും പ്രതിരോധ രംഗത്തും 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഫാർമസി മേഖലയിൽ 74% നിക്ഷേപമാകാം. ബ്രോഡ്കാസ്റ്റിംഗ്, ഇ-കൊമേഴ്സ് മേഖലകളിലും 100% വിദേശ നിക്ഷേപത്തിനും കേന്ദ്ര സർക്കാർ അനുമതി നൽകി. പ്രതിരോധ, വ്യോമയാന, ഔഷധ മേഖല മുതൽ ചില്ലറ വിൽപ്പന മേഖലകളിൽ വരെ വിദേശ നിക്ഷേപ നയത്തിൽ കാതലായ മാറ്റമാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത്. പ്രതിരോധം, വ്യോമയാനം എന്നീ മേഖലകളിൽ 49% വിദേശ നിക്ഷേപം 100% ഉയർത്തി. ഔഷധ മേഖലകളിൽ 74% വരെ വിദേശ നിക്ഷേപമാക്കാനും തീരുമാനിച്ചു. ഓൺലൈൻ വ്യാപാര മേഖലകളിൽ വിദേശ നിക്ഷേപ പരിധി 100% തീരുമാനിച്ചു. ചില്ലറ വിൽപ്പന മേഖലകളിലും കാതലായ മാറ്റം വരുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. വ്യാപാര മേഖലയിൽ 100% വിദേശ നിക്ഷേപമാക്കുന്നതോടെ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഔട്ട്ലെറ്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യമാകും രാജ്യത്ത് കൈവരിക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ യോഗത്തിന്റേതാണ് തീരുമാനം. വിദേശ നിക്ഷേപത്തിന് നിയന്ത്രണം ഒഴിവാക്കിയുള്ള മേഖലകളിൽ നേരത്തെ തന്നെ വിദേശ കുത്തകകൾക്ക് നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. പുതിയ തീരുമാനം നടപ്പിലാക്കിയുള്ള വിജ്ഞാപനം ഉടൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയെന്ന ആരോപണം. നിയമന ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ലിസ്റ്റ് പുറത്തായി. അതീവ രഹസ്യമായി ലോക്കറിൽ സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തായത്. ലിസ്റ്റ് പീപ്പിൾ TVക്ക് ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനത്തിന് മറവിലാണ് ക്രമക്കേടുകൾ നടക്കുന്നത്. ദിവസവേതനക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്കാണ് ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ നടന്നത്. ഔദ്യോഗികമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി. രജിസ്ട്രാറുടെ ഓഫീസിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ലിസ്റ്റിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ലിസ്റ്റ് കാണിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായും വിവരമുണ്ട്. ലിസ്റ്റിലുള്ളവർക്ക് UDF അനുകൂല സംഘടനകളിൽ അംഗത്വവും നൽകി. രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെയും ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അനുമതിയോടെയാണ് ക്രമക്കേടുകൾ നടക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്യൂൺ നിയമനത്തിലെ നടപടിക്രമങ്ങൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ നീക്കിയാലുടൻ നിയമനം നടത്താനാണ് നീക്കം. അതേസമയം ക്രമക്കേടുകൾ അന്വേഷിച്ച് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. ആരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്ന് നല്ലപോലെ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ബോഡിയാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശോധനയിൽ ആരാണ് ഇത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ പീപ്പിൾ TV ഒളിക്യാമറയിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് പ്രഖ്യാപിച്ച അന്വേഷണം എവിടെയും എത്തിയിട്ടുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഴിമതിയും ക്രമക്കേടുകളും തുടർക്കഥയാവുകയാണ്. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തന്നെയാണ് ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. PV കുട്ടൻ, കോഴിക്കോട്. ആൺകുട്ടികളുടെ ആധിപത്യവുമായി ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക. 1ാം റാങ്ക് എറണാകുളം സ്വദേശി റാം ഗണേഷിന്, തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദിനാണ് 2ാം റാങ്ക്. തിരുവനന്തപുരം സ്വദേശി അശ്വിൻ S. നായർക്ക് 3ാം റാങ്കും ലഭിച്ചു. അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും അപേക്ഷിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വ്യക്തമാക്കി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ തൃപ്പൂണിത്തുറ സ്വദേശി റാം ഗണേഷിന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സിവിൽ സർവീസ് നേടുകയാണ് ലക്ഷ്യം. മകന്റെ നേട്ടത്തിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് മാതാപിതാക്കളായ വെങ്കടേശ്വരനും റോജയും.
സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും റാം മികവ് പുലർത്തിയിരുന്നു. സംസ്ഥാന തലത്തിൽ ഒന്നാമനായി തൃപ്പൂണിത്തുറ ചിന്മയ സ്കൂളിൽ CBSE +2 പഠനം. കണക്കാണ് ഇഷ്ടവിഷയം. 2014 നടന്ന ഓൾ ഇന്ത്യ മാത്സ് ആൻഡ് സയൻസ് ചലഞ്ച് കോമ്പറ്റീഷനിൽ തിളക്കമാർന്ന വിജയം നേടി. നാസയും സന്ദർശിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. കൂടാതെ NTSC, KVPY തുടങ്ങിയ മത്സര പരീക്ഷകളിലും ഒന്നാമനായിരുന്നു ഈ കൊച്ചുമിടുക്കൻ. വായന ഏറെ ഇഷ്ടപ്പെടുന്ന റാമിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിൽ സർവീസാണ് ലക്ഷ്യം. എനിക്ക് IIT ജോയിൻ ചെയ്യാനാണ് ആഗ്രഹം. IIT ഓൾ ഇന്ത്യ 271 കിട്ടി, സ്റ്റേറ്റിൽ 3rd ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ് ആഗ്രഹം. പിന്നെ അലോക്കേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാനുണ്ട്. റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1ാം റാങ്ക് നേടുമെന്ന് കരുതിയിരുന്നില്ലെന്നായിരുന്നു രക്ഷിതാക്കളുടെ പ്രതികരണം. റാങ്ക് വിവരം അറിഞ്ഞതു മുതൽ അഭിനന്ദന പ്രവാഹമാണ് ഈ വീട്ടിലേക്ക്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. മഹാഇടയന ജന്മദിന സമ്മാനമായി ആദിവാസികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതികൾ പ്രഖ്യാപിച്ച മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ ജന്മദിനാഘോഷ വേദിയിലാണ് പ്രഖ്യാപനം. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം മഹാഇടയനുള്ള ആദരവായി. നാടിന്റെ ഇടയനായ വലിയ തിരുമേനിക്ക് വലിയ ആദരവായി മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം. ക്രിസോസ്റ്റം വലിയ മെത്രോപ്പൊലിത്ത ഏറെ സ്നേഹിക്കുന്ന ആദിവാസി ജനവിഭാഗത്തിനായി 3 ക്ഷേമ പദ്ധതികൾ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. സൗജന്യ നേത്ര ശസ്ത്രക്രിയ, വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഹൃദ്രോഗ ചികിത്സ എന്നിവയാണ് പദ്ധതികൾ. ശുദ്ധിയുടെ കാലമാണ്, നന്മ ചെയ്യേണ്ട പ്രാധാന്യമുള്ള കാലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിനെ സഹായിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഇനി ഒരു 100 ജന്മദിനങ്ങൾ കൂടെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അത്യാഗ്രഹമാണ്, എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിരില്ലല്ലോ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് മമ്മൂട്ടി നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ തന്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ വലിയ തിരുമേനി പ്രശംസിച്ചു. നമ്മൾ ഏത് കുഴിയിൽ ചെന്ന് ചാടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കുഴി കുഴിച്ചേച്ച് നമ്മളെ അതിലോട്ട് തള്ളി അദ്ദേഹം പണം സമ്പാദിച്ചത്. ആ പണം എന്ത് ചെയ്തു? മനുഷ്യൻ ലോകത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനുഷ്യനെ പഠിക്കും. ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, ഡോക്ടർ KR വിശ്വംഭരൻ, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കലാസാഹിത്യ മേഖലകൾക്ക് നൽകുന്ന പ്രാധാന്യം പരസ്യചിത്ര നിർമ്മാണത്തിനും നൽകണമെന്ന് നടൻ മമ്മൂട്ടി. ഇന്ത്യൻ ആർട്ട് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദൈനംദിന ജീവിതത്തിൽ പരസ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്നും മമ്മൂട്ടി പറഞ്ഞു. സംഘടനയുടെ അംഗത്വം പ്രമുഖ പരസ്യചിത്ര സംവിധായകരായ രാജീവ് മേനോനും VK പ്രകാശിനും മമ്മൂട്ടി കൈമാറി. സംവിധായകൻ ലാൽ ജോസ്, ജോസഫ് ചാവറ, സംഘടനാ നേതാക്കളായ ജബ്ബാർ കല്ലറയ്ക്കൽ, സിജോയ് വർഗീസ്, ബാനു പ്രകാശ്, ഷിബു അന്തിക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നോമ്പു തുറക്കാനെത്തുന്നവർക്ക് ഔഷധക്കഞ്ഞിയൊരുക്കി തലസ്ഥാനത്തെ പാളയം ജുമാ മസ്ജിദ്. നിരവധി ഔഷധങ്ങളുടെ സമന്വയമാണ് ഈ സ്പെഷ്യൽ ഔഷധക്കഞ്ഞി. ഒട്ടേറെ പേരാണ് ദിനംപ്രതി കഞ്ഞി കുടിക്കാനായി പാളയം പള്ളിയിലെത്തുന്നത്. നോമ്പ് തുറക്കാനെത്തുന്നവരെ കാത്തിരിക്കുന്നത് ഒരു സാധാരണ വിഭവമല്ല, സ്പെഷ്യൽ നോമ്പുകഞ്ഞിയാണ്. 26 ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ സ്പെഷ്യൽ നോമ്പുകഞ്ഞി. റംസാൻ ദിനങ്ങളിൽ വൈകുന്നേരമാവുമ്പോഴേക്കും പാളയം ജുമാ മസ്ജിദിൽ ഔഷധക്കഞ്ഞി തയ്യാറാവും. 26 ഔഷധങ്ങൾ ചേർത്താണ് ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. 26 ഐറ്റം ഔഷധങ്ങളാണ് ഇതിൽ ചേരുന്നത്. ഏലക്ക ചേരുന്നുണ്ട്, ഗ്രാമ്പ് ചേരുന്നുണ്ട്, പട്ട ചേരുന്നുണ്ട്, പിന്നെ വന്നിട്ട് ചുക്ക്, ഇഞ്ചി, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി വരുന്നതാണ്. നോമ്പു തുറന്ന് നിസ്കാരവും കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്ന ഹാൾ വിശ്വാസികളെ കൊണ്ട് നിറയും. 1500ഓളം പേർ ദിനം പ്രതി കഞ്ഞി കുടിക്കാനെത്തുന്നു. പാളയം പള്ളിയോളം തന്നെ പഴക്കമുണ്ട് ഈ ഔഷധക്കഞ്ഞി വിതരണത്തിനും. ഒരു തവണ ഔഷധക്കഞ്ഞിയുടെ ഗുണവും രുചിയും അറിഞ്ഞവർ നോമ്പുകാലം മുഴുവനും പാളയം ജുമാ മസ്ജിദിലെത്തുമെന്നത് ഉറപ്പാണ്. ക്യാമറാമാൻ ദേവദത്തനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. വിരുന്നുകാരനായെത്തി കേരളത്തിന്റെ വിപണിയെ കീഴടക്കിയ പഴമാണ് റംബൂട്ടാൻ. നോമ്പു വിഭവങ്ങളിലെ പഴങ്ങളുടെ പട്ടികയിൽ റംബൂട്ടാനും ഇടം കിട്ടിയതോടെ പുണ്യമാസം റംബൂട്ടാൻ വിപണിക്കും പ്രിയപ്പെട്ട കാലമാണ്. മഴ മധുരമായി എത്തുന്ന റംബൂട്ടാൻ പഴങ്ങൾ കർഷകരുടെ മഴക്കാല ആശ്വാസം കൂടിയാണ്.
കേരളത്തിന് സമീപകാലം വരെ അത്ര പരിചിതമല്ലാതിരുന്ന പഴമാണ് റംബൂട്ടാൻ. മൺസൂൺ ഫലമായ റംബൂട്ടാൻ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് പഴുത്ത് വിളയുക. കാലവർഷത്തിനൊപ്പം ഇപ്പോൾ കേരളത്തിലെ പഴവിപണികളിൽ ഏറ്റവും ഡിമാൻഡുള്ളതും റംബൂട്ടാന് തന്നെയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും റംബൂട്ടാൻ പഴങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. സാധാരണഗതിയിൽ പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ 5000 മുതൽ 30,000 രൂപ വരെ ഒരു മരത്തിലെ വിളയിനത്തിൽ മാത്രം കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപാദനം റംബൂട്ടാനിൽ ഇല്ലെങ്കിലും ചെറുകിട കർഷകർ 3-4 റംബൂട്ടാൻ തൈകൾ ഒരു വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്നുണ്ട്. ഒരു സീസണിൽ തന്നെ മികച്ച വരുമാനം നൽകുമെന്നതിനാൽ കേരളത്തിലെ ചെറുകിട കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വിളയായി ഇത് മാറുകയും ചെയ്തു. ഈ റംബൂട്ടാൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രൂട്ടാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ വീടുകളിൽ ഇപ്പോൾ എല്ലാം 3, 4, 5 തൈകളുള്ള ഇന്ന് ഓരോ വീടുകളിലും 10 തൈയിലേക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെ വിളവെടുപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ സീസൺ എന്ന് പറയപ്പെടുന്നത് ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. അത് ചെറിയ മരത്തിന് ചെറിയ കായ്ഫലം അനുസരിച്ച് 5000 മുതൽ 30,000 വരെ കിട്ടുന്ന മരങ്ങൾ ഇന്നിവിടെയുണ്ട്. നോമ്പ് വിഭവങ്ങളിലെ പഴങ്ങളുടെ പട്ടികയിൽ റംബൂട്ടാനും ഇപ്പോൾ അത്ര ചെറുതല്ലാത്ത സ്ഥാനം നേടിയിട്ടുണ്ട്. വലിയ അധ്വാനമില്ലാതെ ഓരോ സീസണിലും ഇടവിളയായി മികച്ച വരുമാനം കൊണ്ടുവരുമെന്നതിനാൽ വിളഞ്ഞു തൊടുത്ത റംബൂട്ടാൻ പഴങ്ങളെ പോലെ തന്നെ കർഷകരും വളരെയധികം സന്തോഷത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ചെമ്പക്കുളം രാജപ്രമുഖൻ ട്രോഫി നടുഭാഗം ചുണ്ടന്. സെന്റ് പയസ് ചുണ്ടൻ 2ാം സ്ഥാനം നേടി. ചെമ്പക്കുളം ചുണ്ടൻ 3ാമതെത്തി. ചരിത്രപ്രസിദ്ധമായ ചെമ്പക്കുളം മൂലം വള്ളംകളിയിൽ 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 21 വള്ളങ്ങളാണ് ഇക്കുറി പങ്കെടുത്തത്. രാവിലെ 11:30 മഠത്തിൽ ക്ഷേത്രത്തിലും മാപ്പിളശ്ശേരി തറവാട്ടിലും കല്ലൂർക്കാട് ഫൊറോനപ്പള്ളിയിലും തിരുവിതാംകൂർ ദേവസ്വം അധികാരികൾ നടത്തിയ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ജലോത്സവം ആരംഭിച്ചത്.